നഗരമാലിന്യം ആധുനിക കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്ന്. ശരിയായ രീതിയിലൂടെ ഇനിയും കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് നഗരമാലിന്യം ഇന്നൊരു ജനകീയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ മാലിന്യം എന്നത് പ്രകൃതിയിലെ ഒരു പ്രക്രിയയുടെ അപൂർണമായ അവസ്ഥയാകുന്നു. അഴുകുന്നതെന്തും വളമായി മാറണം, അത് വളരുന്നതെന്തിനും ഗുണമായി മാറണം. ഇത് പ്രകൃതി അനുശാസിക്കുന്നൊരു പ്രക്രിയയാണ്. നിർഭാഗ്യവശാൽ ഇവിടെ അത് അഴുകൽ അഥവാ മാലിന്യമാകുന്ന അവസ്ഥ എന്നതിനപ്പുറത്തേക്ക് സംക്രമിക്കുന്നില്ല. ഫലത്തിൽ മാലിന്യം പെരുകുന്നു, രോഗങ്ങളും. സർക്കാർ വക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നിൻ്റെ പിന്നാമ്പുറമാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഉയർന്ന ഒരു ബോധനിലവാരത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുന്ന പരിസരത്തിന് ചുറ്റും നമ്മളെപ്പോലെ തന്നെ വിനയമായിരിക്കണം എന്നുള്ള ഉയർന്ന മനോഭാവത്തിൻ്റെ ഉടമകളാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അതെല്ലാം വിനയമാക്കി ഇടാൻ കഴിയും. പക്ഷേ ഞാൻ ശമ്പളം മേടിക്കാൻ തൊഴിൽ ചെയ്യുന്നു, ശമ്പളം മേടിക്കുന്നു, എനിക്ക് മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന സ്വാർത്ഥ ചിന്താഗതിയാണ് ഈ രീതിയിൽ ഏക്കർ കണക്കിന് സ്ഥലം സർക്കാർ അധീനതയിൽ പകർച്ചവ്യാധികൾ പരത്തത്തക്ക രീതിയിൽ കിടക്കുന്നത്. ഇതുവരെ ആശുപത്രിയാണ്. ഇപ്പോൾ ഈ ഡെങ്കിപ്പനിയും പകർച്ചപ്പനിയും മറ്റെല്ലാ തരത്തിലുള്ള മാരക രോഗങ്ങളും സുലഭമായി ഉള്ള കാലഘട്ടത്തിലും കുറേ പ്രദേശം ഇപ്പോഴും ഇതുപോലെ തന്നെയാണ് കിടക്കുന്നത്. ഇത് സർക്കാരും സംഘടനകളും പൗരബോധമുള്ള ആളുകളും മനസ്സ് വെക്കുകയാണെങ്കിൽ നമുക്കിവിടെ നിന്ന് പൊന്നു വിളയിക്കാൻ കഴിയും. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിൻ്റെ നേർപകുതിയെങ്കിലും ഇപ്പോഴും ഇവിടെ ഉണ്ടാക്കാൻ കഴിയും. ഈ പറഞ്ഞതിന് പിന്നിൽ ഒരു അനുഭവ സ്പർശമുണ്ട്. എന്തെന്നാൽ സർപ്പക്കാവ് പോലെ കിടന്ന സർക്കാർ ഭൂമിയെ, അതിലെ മാലിന്യങ്ങളെയെല്ലാം ജൈവവളമാക്കി മാറ്റി ഒരൊന്നാന്തരം വിളഭൂമിയാക്കി തീർത്ത ആളാണിദ്ദേഹം. NV തങ്കപ്പൻ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. താമസം എറണാകുളം ജില്ലയിലെ പാലാരിവട്ടത്ത്. മായ എന്ന ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം. എനിക്ക് ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ഒരാൺകുട്ടി, ഒരു പെൺകുട്ടി. മൂത്തയാൾ പെൺകുട്ടി, അയാൾ ഓച്ചിറ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഡോക്ടറായി വർക്ക് ചെയ്യണം. മകൻ ബാംഗ്ലൂർ ഫിഡലിറ്റി ഇൻഷുറൻസ് കമ്പനിയിൽ സ്പെഷ്യലിസ്റ്റ് ഇൻ അനലിസ്റ്റ് എന്നുള്ള തസ്തികയിൽ വർക്ക് ചെയ്യുന്നു. ഇടപ്പള്ളിയിൽ 1.25 ഏക്കറോളം വരുന്ന ഈ സർക്കാർ വക പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ മാലിന്യം നിറഞ്ഞ് കാടുപിടിച്ചു കിടന്ന ഈ പിന്നാമ്പുറവുമായി ശ്രീ തങ്കപ്പനെ കൂട്ടിയിണക്കിയത് ഉള്ളിൽ നിറഞ്ഞു നിന്ന കാർഷിക ബോധമാവാം. ആശുപത്രി അധികൃതരുടെയും സാമൂഹിക സംഘടനകളുടെയും പിന്തുണയോടെ തങ്കപ്പൻ 2010 ഏപ്രിൽ 20 തുടക്കമിട്ട ഒരു യത്നത്തിൻ്റെ ഫലപ്രാപ്തി ഇടപ്പള്ളിയിലെ ഈ സർക്കാർ ആശുപത്രിയുടെ പിന്നാമ്പുറത്തെ ഹരിതാഭമാക്കിയിരിക്കുന്നു. ഞങ്ങൾ ഇതിനകത്ത് എടപ്പള്ളി കർഷക സംഘം എടപ്പള്ളി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി വികസന സമിതിയുടെ അനുവാദത്തോടു കൂടി കൃഷി ചെയ്യാൻ അനുവാദം തന്നത്. അവിടെ മുതൽ ഇവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫും ഡോക്ടറും നേഴ്സുമാരും എല്ലാം പല രൂപത്തിലും ഞങ്ങളുടെ ഈ സംരംഭത്തെ സഹായിച്ചിട്ടുണ്ട്. പ്രാഥമികമായിട്ട് ഈ കൃഷി സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകളെ സമീപിച്ചിട്ട് കൃഷിഭൂമിയായി രൂപാന്തരപ്പെടുത്തി കൃഷിഭൂമി ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഇതിൻ്റെ നിമ്നോന്നതാവസ്ഥ ശരിയാക്കേണ്ടതിലേക്കായിട്ട് 43 ലോറി ഗ്രാവലടിക്കേണ്ടി വന്നു. അത് ഇവിടുത്തെ അഭ്യുദയകാംക്ഷിയായിട്ടുള്ള പൗരമുഖ്യന്മാരും ഈ ആസ്പത്രി സ്റ്റാഫും
എടപ്പള്ളി വില്ലേജ് കർഷക കമ്മിറ്റിയുടെ പരിശ്രമമായിട്ട് പിന്നെ എല്ലാ ആളുകളും കൂടി ഇതിനൊരു ഫണ്ട് സ്വരൂപിച്ച് ചില ആളുകളെല്ലാം ഓരോ ലോഡ് ഗ്രാവൽ സൗജന്യമായി അടിച്ചു തന്ന് അങ്ങനെ 43 ലോഡ് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരു പരിധിവരെ കൃഷിയിടമാക്കാവുന്ന അവസ്ഥയിലായത്. അങ്ങനെ മാലിന്യങ്ങൾ നിറഞ്ഞുകിടന്ന ഈ ഭൂമി തങ്കപ്പൻ്റെ റിട്ടയർമെന്റ് ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായി മാറി. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം രാവിലെ നടക്കാൻ പോകുന്നതിന് പകരം ഇവിടെ വന്ന് വേർക്കുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ നിലം ഒരുക്കുക, അല്ലെങ്കിൽ വാഴക്ക് തടമെടുക്കുക, വളവിട്ട് കൊടുക്കുക, നനയ്ക്കുക, ഇത്തരം പണികളൊക്കെ ചെയ്യും. അത് ഒരു ദിവസം രാവിലെ 9 മണിക്ക് വന്നാൽ 1 മണി വരെയും, ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലും മിനിമം 4 മണിക്കൂർ ഇതിനകത്ത് വന്ന് കഠിനാധ്വാനം ചെയ്യാറുണ്ട്. ആ കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ മറ്റുള്ളവരും എവിടെ 1 ഇഞ്ച് മണ്ണുണ്ട് അവിടെ എന്തെങ്കിലും ചെയ്ത് കൃഷി ഉണ്ടാക്കാനുള്ളൊരു തോന്നൽ വരാൻ ഉതകത്തക്ക രൂപത്തിലുള്ള പ്രവർത്തനം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്രമേണ കാലങ്ങളായി നിറഞ്ഞുകിടന്ന മാലിന്യങ്ങളെല്ലാം മണ്ണിനടിയിലായി. അതത്രയും വിലപ്പെട്ട ജൈവവളമായി മാറി. അതിൻ്റെ കരുത്തിൽ വിളകൾ പലതും മുളപൊട്ടി. പൊതുവേ ഈ പരിസരത്തെ മണ്ണ് ഏതുതരം കൃഷിക്കും ഫലപ്രദമാണ്, ഉപയോഗപ്രദമായിട്ടുള്ള മണ്ണാണ്. കൂടുതൽ അമ്ലമില്ല, മറ്റ് രാസമാലിന്യങ്ങൾ അല്ലെങ്കിൽ ചെളിയുടെ അംശമൊന്നും ഇല്ലാത്ത സാധാരണ പ്രകൃതത്തിലുള്ളതാണ്. സാധാരണ ഒരു വീട്ടാവശ്യമുള്ള എല്ലാ കൃഷികളും ചെയ്യാൻ പറ്റുന്ന മണ്ണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇതിനകത്ത് വന്നിട്ട് കൃഷി ചെയ്ത് തുടങ്ങിയത് പിന്നെ വഴുതന, വെണ്ട, അച്ചിങ്ങ, മുളക്, വാഴ, പപ്പായ, മരച്ചീനി, തക്കാളി, കോളിഫ്ലവർ, ക്യാബേജ്, ഇത്തരം സാധനങ്ങളാണ് ഞങ്ങൾ ഇതിനകത്ത് കൃഷി ചെയ്ത് തുടങ്ങിയത്. അത് ഓരോ സന്ദർഭത്തിലും ഓരോ കൃഷിക്കുള്ള പ്രാധാന്യം അനുസരിച്ച് എല്ലാ വിളകളും ഒരേ സമയത്ത് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് തുവരപ്പയറെന്ന് പറയുന്ന സാധനമാണ്, നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന തുവരപ്പരിപ്പ്, അതിൻ്റെ പയറാണിത്. ഇതിന് പ്രത്യേകിച്ച് ഇന്ന വളം വേണമെന്നൊന്നുമില്ല, ഇത് ഭംഗിയായി തഴച്ച് വളരുന്നതാണ്. ഇതിൻ്റെ വളരെ ചെറുപ്രായത്തിലുള്ള കായകൾ അച്ചിങ്ങ പിടിക്കുന്ന പോലെ ഒടിച്ച് തോരൻ വെക്കാൻ ഉപയോഗപ്രദമാകും. മൂത്ത് കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ പയർ എടുത്ത് പിന്നെ ചെറുപയർ അല്ലെങ്കിൽ വൻപയർ കറിക്ക് ഉപയോഗപ്പെടുത്തുന്ന പോലെ തന്നെ ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിന് മനുഷ്യ അധ്വാനവും കുറവ് മതി, ചിലവും കുറവാണ് ഇത് കൃഷി ചെയ്യാനായിട്ട്. കപ്പ പ്രധാനമായിട്ട് 2 തരമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്, മലബാർ കപ്പയും സിലോൺ കപ്പയും. ഈ മലബാർ കപ്പ ഏകദേശം 1 കൊല്ലം കൊണ്ടേ വിളവ് പൂർത്തിയാവുള്ളൂ. അത് പൊടിനൂറുള്ള കപ്പയായിരിക്കും, വണ്ണം കൂടുതലുണ്ടാവും, അതാണ് അതിൻ്റെ പ്രത്യേകത. അതിന് പ്രധാനമായി വളം കുഴിയെടുത്ത് അതിനകത്ത് ചാണകപ്പൊടിയും ചവറുമൊക്കെ ഇട്ട് കപ്പക്കൊള്ളി കുത്തി മണ്ണിട്ട് മൂടി ഒരു 3 മാസം കഴിയുമ്പോൾ വീണ്ടും ചവറ്, ഉണക്കച്ചാണകം ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ കട പൊങ്ങുന്നതിനനുസരിച്ച് മണ്ണ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ശരാശരി 5 കിലോ 10 കിലോത്തിനും ഇടയ്ക്ക് ഓരോ ചുവടിൽ നിന്നും വിളവ് ലഭിക്കുന്നതാണ്. അത് വളരെയധികം പണിയെടുക്കുകയാണെങ്കിൽ 15 കിലോ വേണ്ടുവോളം ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. ഇതിപ്പോൾ ഞങ്ങൾ ഈ വിഷുവിന് മുമ്പ് ഉള്ളതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതാണിത്. നല്ല രീതിയിൽ ഇത് പ്ലാസ്റ്റിക് ചാക്കുകളിൽ സ്ഥലമില്ലാത്തടത്ത് പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണ്ണ് നിറച്ച് വളർത്തിയാൽ വെയിൽ കൊള്ളണം, അല്പം വെയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വിളയിക്കാൻ കഴിയും. നമ്മുടെ നാടൻ മറ്റ് പച്ചക്കറികളെ പോലെ തന്നെ ഇതും വിളയിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇവിടെ ഇഷ്ടം പോലെ എടുത്തതിൻ്റെ വിളവെടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്.
സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്ത ഒരാൾ സർക്കാർ ഭൂമിയിൽ തുടക്കമിട്ട ഈ കാർഷിക സംരംഭം ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന് ഈ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജി. ഈ ആശുപത്രിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 വർഷത്തോളമായി. ഏതാണ്ട് ഒരു 2 വർഷത്തിനടുപ്പിച്ച് എനിക്ക് നമ്മളുടെ തങ്കപ്പൻ ചേട്ടനെ അറിയാം. ആദ്യം എൻ്റെ അടുത്ത് വന്ന് ഇവിടെ കൃഷി നടത്തണം, ഇവിടെ ഈ ഭൂമി ഇങ്ങനെ കാട് പിടിച്ചെടുക്കണം, അതൊന്ന് ക്ലിയർ ചെയ്ത് നമുക്കൊരു കൃഷി ഇവിടെ ഇറക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് എത്രമാത്രം ഫലവത്താവുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി പണിയുണ്ട്, നല്ല കാടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഒത്തിരി ശ്രമം വേണ്ടി വരും. പക്ഷേ അതെല്ലാം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും എടപ്പള്ളി കർഷക സംഘവും ചേർന്ന് പിന്നെ ഞങ്ങളുടെ സ്റ്റാഫും ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം കൊണ്ട് ഇത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. അപ്പം ഇവിടെ തെളിച്ചു നല്ലൊരു കൃഷി ഇറക്കി. അതിൻ്റെ വിളവെടുപ്പ് മഹോത്സവം നടന്നു. അന്ന് ശ്രീ കെ ബാബു, അദ്ദേഹം അന്ന് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നില്ല, വന്നിരുന്നു. വിളവെടുപ്പ് മഹോത്സവം നടത്തി. അന്ന് ഞാനുൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടുത്തെ കായികനികൾ വാങ്ങിച്ചുകൊണ്ട് പോയി. നല്ല വിളവായിരുന്നു. 100 മേനി എന്നുള്ള നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അടുത്ത വിളവ് ആയിക്കൊണ്ടിരിക്കുന്നു. 2011 ഒരു വിളവെടുപ്പ് നടത്തി. 2011 സെപ്റ്റംബറിൽ ഓണം സന്ദർഭത്തിൽ കൃഷി വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റും കൊച്ചി നഗരസഭയും കൂടി കൊച്ചി നഗരസഭയിൽ നിന്നും 4 മികച്ച കർഷകരെ ആദരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കർഷകൻ ഞാനും കൂടിയായിരുന്നു. അത് കൊച്ചിൻ കോളേജിൽ വെച്ചായിരുന്നു ആ ഫംഗ്ഷൻ നടത്തിയത്. ട്രോഫി തരികയും പൊന്നാട അണിയിക്കുകയും ഒക്കെ ചെയ്യേണ്ടായി. ആ പ്രോത്സാഹനത്തോട് വീണ്ടും ഞങ്ങൾ സജീവമായി ഒന്നുകൂടി കൂടുതൽ ഏരിയയിലേക്ക് ഇത് വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കാണുന്ന സ്ഥലം പോലെ തന്നെ ഈ മലിനീകൃതമായിട്ടുള്ള ഈ സ്ഥലവും അതുപോലെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇവിടെ ഈ ആശുപത്രിക്കകത്ത് ഡെയിലി 500 ആയിരക്കണക്കിന് ആളുകൾ വരാറുണ്ട്. അവർ 2 കൊല്ലത്തിന് മുൻപ് കോമ്പൗണ്ടിൻ്റെ ആശുപത്രിയുടെ ഫ്രണ്ടിൽ വന്ന് ചെല്ലേണ്ട അതിന് അടുത്തേക്ക് വരില്ലായിരുന്നു. ഇപ്പോൾ ആ വരുന്ന ആളുകളെല്ലാം പാർക്കുകളിലും ഉദ്യാനങ്ങളിലുമൊക്കെ വരുന്നത് പോലെ തന്നെ മരുന്ന് മേടിച്ച് കഴിയുമ്പോൾ ഇവിടെ എന്താ കൊള്ളാലോ, ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടല്ല, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇതിനകത്തൂടി കയറി ഇറങ്ങിയാണ് ഇതാരാ ചെയ്യുന്നത്. വളരെ ഭംഗിയായിട്ടുണ്ട്. DMO ഉൾപ്പെടെ പല പ്രാവശ്യം വന്ന് പ്രോത്സാഹനമാകുന്ന ഇത്തരം സംസാരങ്ങളും കൂടിയാണ് നമ്മളിത് തുടർന്ന് ഈ പ്രായമായ സന്ദർഭത്തിലും ഇത് നടത്താൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ വിപണനം പ്രശ്നമാണെന്ന് തന്നെ തങ്കപ്പൻ പറയുന്നു. ചില ആളുകളെല്ലാം ഓരോ ലോഡ് ഗ്രാവൽ സൗജന്യമായി അടിച്ചു തന്ന് അങ്ങനെ 43 ലോഡ് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരു പരിധിവരെ കൃഷിയിടമാക്കാവുന്ന അവസ്ഥയിലായത്. അതിൽ നിന്നുണ്ടാക്കുന്ന വിളവ് പരസ്യമായി ലേലം ചെയ്ത് കൊടുക്കുകയും കിട്ടുന്നത് വീണ്ടും കൃഷിയിടത്തിലേക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തികയാത്ത സ്ഥിതിയാണ്. കാരണം കൂലിച്ചെലവ് കൂടുതലും വിളവിന് തറവില വളരെ കുറവും. ഒരു കൊല കൊടുത്താൽ കിട്ടുന്നത് 120 രൂപ, 180 രൂപയിൽ കൂടുതൽ ഒരിക്കലും കിട്ടില്ല. പൂവനോ അതുപോലെ മറ്റ് ഉയർന്ന തരം പഴവർഗ്ഗങ്ങളാണെങ്കിലാണ് 200-250 രൂപ കിട്ടുന്നത്. പക്ഷേ ഇതിന് 6 തച്ച് 7 തച്ച് മനുഷ്യാധ്വാനം ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ 700 രൂപയോളം മുടക്കിയാൽ നമുക്ക് കിട്ടുന്നത് 300 രൂപയാണ്. പിന്നെ ഇത് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഈ എടപ്പള്ളി ചുമട്ടുതൊഴിലാളികളുടെ സൗജന്യ സേവനവും ഞങ്ങളുമൊക്കെ കൂലി